ഇതാണ് പയ്യൻ. നമസ്കാരം. ശ്രീദേവി ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ വെച്ച് കാണുന്നതുകൊണ്ട് ഒരു പ്രത്യേക പെണ്ണ് കാണൽ ചടങ്ങ് വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ശ്രീദേവിയുടെ അഭിപ്രായം അറിയണമെങ്കിൽ ഒന്ന് കണ്ടോട്ടെ. മോളെ നീ ഒന്നിങ്ങ് വന്നേ. അങ്ങോട്ട് ചെല്ലടി. എനിക്ക് ഒരുത്തനെയും കാണണ്ട. എന്നെ കടിച്ചു വിടണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛനത് കേട്ടാ കൊന്നുകളയും. കൊല്ലട്ടെ. അങ്ങനെ വരട്ടെ. ദേവൻ കല്യാണം കഴിക്കാത്തതിന്റെ ഗുട്ടൻസ് ഇതാണല്ലേ. അത് ശരിയാക്കി തരാം. അവക്ക് അങ്ങോട്ട് വരാൻ നാണാ. അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞ. അപ്പോ ഒരു പരസ്പരം ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. എങ്ങനെയൊക്കെ വേണമെന്ന് സുഗുണം പറഞ്ഞാട്ടെ. പയ്യന്റെ പേര് സഹദേവൻ. വില്ലേജ് ഓഫീസിലാണ് ജോലി. 4 അക്ക ശമ്പളം. ഇനി മറ്റെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മേനോ സാറിന് ചോദിക്കാം. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? പിന്നെ വീട്ടിൽ എക്സ്ക്യൂസ് മീ. ഹലോ, CM സുഗണൻ സ്പീക്കിംഗ്. ആശാനെ, പൂച്ച പുറത്തിയാടി. പുറത്തിയാടിയോ? പൂച്ചയോ? ഏത് പൂച്ച? പൂച്ച അല്ലേ സാറേ, പൂച്ച. ദേവകുമാറും അവന്റെ രഹസ്യ കാമുകിയും നമ്മുടെ ഓഫീസിനടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ കയറിയിരിക്കുക. വേഗം വന്നാ കാണാം. നമുക്കൊരു കളിക്കുകയും ചെയ്യാം. നീ എവിടെ നിൽക്ക്, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. സാർ, എനിക്ക് ട്രഷറി വരെ ഒന്ന് അത്യാവശ്യമായിട്ട് പോകണം. ഇല്ലെങ്കിൽ 4-5 ലക്ഷം രൂപ ഔട്ടായി പോകും. ഓ, ഷെയറിന്റെ കളിയാണേ. Then what do you want? Chocolate, ice cream, Coca-Cola, fruit salad? Anything. No. As you like. ഐസ്ക്രീം. Okay. Better? ഒരു ഐസ്ക്രീം, ഒരു കൊക്കക്കോള. അതെന്താ ഐസ്ക്രീം വേണ്ടേ? എന്താന്നറിയില്ല, ഈയിടെയായിട്ട് ഐസ്ക്രീമിനോട് ഒരു താല്പര്യമില്ല. പിന്നെ എന്തിനോടാ താല്പര്യം? ഇപ്പൊ പറയാൻ പറ്റില്ല. പിന്നെ എപ്പോഴാ? പിന്നെപ്പോഴാ? ഓ, മൂട് വരണല്ലേ. എന്താണോ അടുപ്പ? സ്റ്റോപ്പ്. വേഗം ഇറങ്ങി വാ ആശാനെ, കൈവിട്ട് പോവും. എങ്ങോട്ട് പോയടാ കപ്പിൾസ്? രണ്ടും കൂടെ അകത്തേക്ക് കയറി. നീ കണ്ട നേരാണോ? ദേവനെ കണ്ട എനിക്കറിയില്ലേ. എടാ, അമേരിക്കൻ അമ്മായിയുടെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടിയതിന്റെ ബാക്കി എനിക്ക് കിട്ടാൻ ഇട വരുത്തിയാൽ കൊല്ലുന്നില്ല ഞാൻ. ആശാ, മോളിലേക്ക് വാ, ഞാൻ കണ്ടുപിടിച്ച് കൈ തരാം. എടുത്തോളൂ. ഓ, മതി ഇങ്ങനെ. ഇവന്റെ 2 മാസത്തെ ശമ്പളം പിടിക്കാം. ഞങ്ങൾക്കൂടെ തരുവോ? വീട്ടിൽ ചെന്നിട്ട് ആയിക്കൂടെ? പബ്ലിക്കായിട്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചത് വേണോ? കണ്ടിട്ട് വരുത്തനാണെന്ന് തോന്നുന്നു. അയ്യോ വേണ്ട, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. വരുത്തനല്ല, ഇവിടത്തുകാരൻ തന്നെയാ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. തോന്നുന്നില്ലല്ലേ? തോന്നിപ്പിക്കാം.
വീട്ടിൽ പോടാ. വരും, നമുക്ക് പോവാം. വലിയാം വലിയാം വലിയാം. ഇങ്ങോട്ട് വരാൻ. നീ ഒന്ന് വേണ്ട, വിട്ടേ. പോണ്ട. മാർക്ക് ഞാനൊന്നും എടാ കുട്ടപ്പാ, ഇനി സംശയിക്കേ വേണ്ട. ദേവനും ആ പെണ്ണും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെയാണ്. ഛെ, ആശാന്റെ കൈ ക്യാമറ ഇല്ലാതായി പോയല്ലോ. എന്തിനാടാ ക്യാമറ? ആ പിക്ചർ ഇപ്പൊ തന്നെ എന്റെ മനസ്സിലുണ്ട്. യെസ് കമിൻ. ഗുഡ് മോർണിംഗ് സാർ, ഹൗ ആർ യു? നിങ്ങൾ ഐ എം സുഗണൻ, CM സുഗണൻ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. സാറിന് ഒരു കാര്യം ഞാൻ തരാം. ദാ, ഇത് ഇവിടെ ടൗണിലുള്ള ഒരു ഐസ്ക്രീം പാർലറിന്റെ ഫോൺ നമ്പറാ. ഞാൻ പറയുന്നത് കേട്ടിട്ട് സത്യമാണോ എന്നറിയാൻ സാർ ഈ നമ്പറിൽ ഒന്ന് വിളിക്കണം. ഞാൻ വിളിച്ചുതരാം. താൻ വളച്ചു കിട്ടാതെ കാര്യം പറ. അമേരിക്കൻ അമ്മായിയുടെ മകനെയല്ലേ നിങ്ങളുടെ മകൾക്ക് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്? വൺ മിസ്റ്റർ ദേവകുമാർ. അതെ. എന്നാൽ അയാൾ നേരത്തെ വിവാഹിതനാണ്. ഹി മാരേജസ് ഓൾറെഡി. വിവാഹിതന്? സാറ് ഞെട്ടണ്ട. അവൻ ഭാര്യയും മൊത്തം ഐസ്ക്രീം പാർലറിൽ വന്നിരുന്നു. ഞാൻ കണ്ടു. അവന്റെ ഭാര്യ ആരോ കമന്റ് അടിച്ചതിന്റെ പേരിൽ കൂട്ട തല്ലു നടന്നു. ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവന്റെ ശവം ഫ്രീസറിലെ ഫ്രൂട്ട് സലാഡിന്റെ കൂടെ കിടന്നേനെ. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. സാറിന്റെ മകൾക്ക് രണ്ടാം കെട്ടുകാരനെ മതിയെങ്കിൽ എനിക്ക് നോ ഒബ്ജെക്ഷൻ ആൻഡ് സൂയിസൈഡ്. രണ്ടാം കെട്ടോ? അവനെ ഞാൻ ഷൂട്ട് ചെയ്ത് കളയും. ഷൂട്ടിങ്ങും ഡബിങ്ങും ഒക്കെ ഫോൺ ചെയ്തിട്ട് മതി. ആ അലവലാതി ത്രേസ്യെ കമ്മീഷൻ അടിക്കാൻ വേണ്ടി സാറിനെ ചതിക്കുകയായിരുന്നു. ഞാൻ പാര വയ്ക്കാൻ വന്നതല്ല. സാറിന്റെ മകളുടെ നല്ലൊരു ജീവിതം തകരരുതെന്ന് വിചാരിച്ച ഞാൻ നമ്പർ വിളിച്ചു തരാം. ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നേ. 632. ഹലോ, നായർ. ഞാൻ നേരിട്ട് വിളിക്കേണ്ട ലിസ്റ്റാ ഇത്. ദേവൻ ആരെയൊക്കെ വിളിക്കണോ അവൻ വിളിച്ചോട്ടെ. എന്താ എഴുതിയത്? മോഹനേന്ദ്ര നായർ, PWD മിനിസ്റ്റർ, തിരുവനന്തപുരം. അടുത്ത് എഴുതിക്കോ. രാമകൃഷ്ണൻ പോറ്റി, പബ്ലിക് പ്രോസിക്യൂട്ടർ, എറണാകുളം. അല്ലേ, ഇത്രയും പേരുകൾ എഴുതിയിട്ടും അമ്മായിയുടെ ആങ്ങളയുടെ പേര് മാത്രം പറഞ്ഞില്ലല്ലോ. അങ്ങേരെ കല്യാണത്തിന് വിളിക്കാനോ? ശത്രുതയിലാണെങ്കിലും വിളിച്ചില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരോട് പോവാൻ പറ. അവരല്ലല്ലോ എന്റെ മോന്റെ കല്യാണം നടത്തുന്നത്. എന്റെ മോന്റെ കല്യാണം പൊടി പൊടിച്ച് നടക്കുന്നത് അറിഞ്ഞ് എന്റെ ആങ്ങളെന്ന് പറയുന്നവന്റെ ചങ്ക് പൊട്ടണം. ഹലോ, ശാരദ നായർ ഹിയർ. ലംബോദരൻ ചേട്ടനോ? എടീ അമേരിക്കൻ റാണി, നീ നിന്റെ മോനും ചേർന്ന് ഞങ്ങളെ വഞ്ചിക്കായിരുന്നു അല്ലേ? പഞ്ചമയോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? നിന്റെ മോന് വേറൊരു ഭാര്യയില്ലേ? എന്റെ മോന് വേറെ ഭാര്യയോ? ഏതരപ്പാളിയായി പറഞ്ഞത്? ത്രിസില്, എന്റെ മോന് വേറെ ഭാര്യയുണ്ടെന്ന് ആരാ പറഞ്ഞതെന്ന് പറ. എന്തായാലും ഞങ്ങൾക്ക് ഈ വിവാഹം വേണ്ട. വിവാഹം വേണ്ടെന്നോ? വിവാഹം വേണ്ടെന്നോ? നിന്റെ പേരിൽ ഞാൻ മാനനഷ്ട കേസ് കൊടുക്കും. ത്രിസിൽ, ഈ കല്യാണം നടക്കില്ല. എന്റെ കർത്താവേ, എന്നെ അങ്ങോട്ട് എടുത്തോണേ. അയ്യോ, ത്രേസ്യ, 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 നാണിയമ്മേ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ത്രേസ്യ, ത്രേസ്യ. അയ്യോ ത്രേസി, അങ്ങോട്ട് തളിക്ക്. എന്തു പറ്റി വച്ചമ്മേ? ത്രേസ്യ, അയ്യോ, ത്രേസ്യ. എന്തു പറ്റി ത്രേസി? അയ്യോ, എന്റെ 1,00,000 രൂപ മാരുതി കാറും പോയേ. ത്രേസ്യ, ആശാനെ, നമുക്ക് ഈ ബോർഡൊന്ന് മാറ്റണം. ഈ ബോർഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട് നിനക്കെന്തുവാടാ നഷ്ടം? അത് പിന്നെ നമ്മളിപ്പോ കല്യാണം നടത്തുന്നതിനേക്കാൾ കൂടുതൽ മുടക്കുകയാണല്ലോ ചെയ്യാറ്. ഇത്ര വാശിയോടെ ഞാൻ ഈ കല്യാണം മുടക്കി എന്തിനാന്നറിയാവോ? മാരുതിയും ലക്ഷവും ത്രേസ്യ കൊണ്ടുപോകാതിരിക്കാൻ. അല്ലടാ മണക്കൂസേ, മേനോന്റെ മകളുടെ കല്യാണം ദേവന്റെ കല്യാണത്തിന് മുമ്പാണ് നടക്കുന്നെങ്കിൽ അമേരിക്കൻ അമ്മായി ഈ നാട് വെച്ചേക്കില്ല, അറിയാവോ? പക്ഷെ വാളെടുത്തവൻ വാളാലെന്നാണല്ലോ രാമായണത്തിൽ പറയുന്നത്. ഏത് രാമായണത്തിലാടാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അതെനിക്കറിയില്ല, ആ. ക്രിസ്തു പറഞ്ഞതാ. രാമായണത്തിലോ? എന്നാ ഖുറാനിലായിരിക്കും. ക്രിസ്തു പറഞ്ഞത് എന്തെന്നാൽ ആ. അവനവൻ പണിയുന്ന പാര അവനവന് തന്നെ ഏൽക്കുമെന്നാ. ഓടാ, അതൊക്കെ ചുമ്മാ പറയുന്ന. അമേരിക്കൻ അമ്മായി, നീ പറഞ്ഞ ശരിയാടാ. എടാ, നീയൊക്കെ ചേർന്ന് എന്റെ മോന്റെ കല്യാണം മുടക്കിയില്ലേ? ഞങ്ങളോ? പിന്നല്ലാതെ എടാ, നിന്റെയൊക്കെ ഒരു കമ്പ്യൂട്ടർ ഭ്രാന്താണോ? അതേടാ ഭ്രാന്താ. നിന്റെയൊക്കെ പാരവെപ്പ് ഇന്നത്തോടെ ഞാൻ തീർക്കും. മാഡം, ഞങ്ങൾ പാര വെച്ചിട്ടല്ല മോന്റെ കല്യാണം മുടങ്ങിയത്. നിങ്ങളുടെ മോൻ ഒരു അമേരിക്കൻ ഭാര്യയുള്ള വിവരം അവരറിഞ്ഞു. എന്റെ മോന് അമേരിക്കൻ ഭാര്യയോ? നീയൊക്കെ കെട്ടുകഥ ഉണ്ടാക്കിയതല്ലേ? അല്ല, ഞങ്ങൾ നേരിട്ട് കണ്ടതാ രണ്ടിന്റെ ഹണിമൂണ്. അവരുടെ പേര് പിയാന, ഡയാന, ക്രിസ്ത്യാനി പെണ്ണ. ക്രിസ്ത്യാനി പെണ്ണോ? ഞാൻ അറിയാതെ അവനൊരു ഭാര്യയോ? അതെ, ഞങ്ങൾ പറഞ്ഞതിൽ വിശ്വാസമില്ലേ മാഡം? ഞങ്ങളോടൊപ്പം വരൂ, അവരുടെ വീട് കാണിച്ചു തരാം. എന്നാ